നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. സൂര്യ സൂക്ഷിച്ച്, അവിടെ നിന്ന് കത്തുന്നുണ്ട്. കത്തിക്ക് കത്തിക്ക്, നിർത്തല്ലേ, കത്തിക്ക്. മോളെ സൂക്ഷിച്ചേ. അതെ, കത്തിയോ? അടിപൊളി. സുദേവ, ആയിരത്ത് കത്തിക്ക്. കണ്ടില്ലോടോ എല്ലാവരുടെയും സന്തോഷം. എന്റെ മക്കളും ഇപ്പൊ ഇതിൽ ചേർന്നു. കത്തിക്ക്. ഇപ്പൊ നിങ്ങളുടെ സങ്കടമൊക്കെ മാറിയില്ലേ? ഓവ് സാറേ, പിള്ളേര് വന്ന് കൂടുമെന്ന് കരുതിയില്ല. ഇപ്പൊ സന്തോഷായി. പത്മ മാഡം കൂടി വന്നിരുന്നെങ്കിൽ. ആ, പത്മയും വരും. ഇന്നല്ല, നാളെ വിഷു ദിവസമെങ്കിലും പത്മ എല്ലാവരുടെയും കൂടെ ചേരും. സമാധാനമായിട്ടിരിക്കേ. രാജേട്ടാ, നന്ദിനി, നാത്തൂമാരോട്ട് ഒത്തുചേർന്ന് ആഘോഷിക്കുകയാണല്ലേ? സർ, അവരായിട്ട് കൂടെ വന്നതാ. സാറായിട്ട് ഇനി അവരെ വിഷമിപ്പിക്കരുത്. ഞാൻ വിഷമിപ്പിക്കുന്നില്ല. കത്തിക്ക, പിടിച്ചോ, കത്തിക്കേ. കൈവെള്ളല്ലേ കേട്ടോ, നോക്കിക്കോണം. നന്ദിനി, അയ്യോ ആന്റി, ആരുടെ ഫോൺ? സൂര്യ സാറിന്റെ ഫോണല്ലേ? പോയി സാറിനോട് പറയാം. കത്തിക്ക അങ്ങോട്ട്, എടുക്കുക അങ്ങോട്ട്. ദേ ഇരിക്കുന്നില്ലേ രാജേട്ടൻ അവിടെ? രാജേട്ടാ, സൂര്യ സാറേ, സൂര്യ സാറേ, 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 സൂര്യ സാറേ, സാറേ, സാറിന്റെ ഫോൺ അവിടെ കിടന്ന് ബെല്ലടിക്കുന്നു. അയ്യോ സാറേ, അത് എനിക്ക് എടുക്കാൻ അറിഞ്ഞൂടാ. അവിടെ ചാർജറിൽ ഇരിക്കുകയാണ്. അത് വല്ലതും തറയിൽ വീണെടുത്ത് പൊട്ടിയ. ശരി, ഇത് പിടി, ഞാൻ ദാ വരുന്നു. ആഘോഷങ്ങൾ നടക്കട്ടെ. നന്ദിനി, ഞാൻ ദാ വരുന്നു. ഹലോ മോളെ, ഇപ്പൊ മനസ്സിലെ മഴക്കാറൊക്കെ പോയില്ലേ? പത്മയുടെ അനുവാദം ഇല്ലാതെ ഇവരിതിന്റെ കൂടെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെന്തായാലും ഇല്ല സർ. അവര് വന്നപ്പോഴാ സത്യത്തിൽ സന്തോഷായത്. ഇല്ലെങ്കിൽ സാറിന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഉമ്മറത്ത് ഇതെല്ലാം ചെയ്യുമ്പോ അവരകത്ത് മുറിയിൽ അടച്ചിരുന്ന ഇതിന് വല്ല അർത്ഥമുണ്ടോ സർ? എല്ലാം ദേവി കാണുന്നുണ്ട് മോളെ. എല്ലാം നന്നായിട്ട് നടക്കും ചേച്ചി. ശരി ശരി, ഓക്കെ. ഞാനിപ്പോ വരാം.
ചേച്ചി കമ്പിത്തിരി തീർന്നു പോയല്ലോ. നല്ല രസമായിരുന്നു കത്തിക്കാൻ. അതെ. ചേച്ചി എന്റെ അടുത്തുണ്ട്, ഞാൻ തരാം. അയ്യോ ചേച്ചി, മുത്തശ്ശി. അയ്യോ അയ്യോ അയ്യോ. ആ ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ എന്താ പറ്റി നോക്കട്ടെ. എന്താ എന്താ ഉണ്ടായ? സാറേ മോളുടെ കൈ നോക്കട്ടെ, കൈ നോക്കട്ടെ. എന്താ പറ്റിയ? അവളുടെ കൈ പൊള്ളി. കൈ ഞാൻ കമ്പിത്തിരി എടുത്തതാ. കത്തിയ കമ്പി അതിലുണ്ടായിരുന്നു. സാരമില്ല, വിഷമിക്കണ്ട. എന്താ ചെയ്യാ ചേച്ചി? മതി മതി, എല്ലാരും മതിയാക്ക്. മോളെ മുറിയിലേക്ക് കൊണ്ടുപോകും. ചെല് മുറിയിലേക്ക് ചെല്ല്. എന്നിട്ട് മരുന്ന് എന്തെങ്കിലും വെക്ക്. നന്ദിനി പൊടി കൊണ്ടുപോ. ചെല്ലു മോളെ. ചെല്ല് ചെല്ല്. ഈശ്വര, ഇത്രയും സന്തോഷത്തിനിടയില് അവസാനം ഇങ്ങനെ ആയല്ലോ. മുത്തശ്ശി വിഷമിക്കണ്ട. പിച്ചുവിന്റെ കാര്യം നമ്മൾ നോക്കില്ലേ. വാ വാ. അവളുടെ കൈ നന്നായിട്ട് പൊള്ളി അല്ലേ ചേച്ചി? പിന്നില്ലാതെ കത്തിക്കഴിഞ്ഞാലേ അതിന്റെ കമ്പി ചുട്ടു പൊള്ളിയിരിക്കും. അങ്ങനെ ഒരെണ്ണത്തിന്റെ വിഷു കഴിഞ്ഞു. എന്നാലും ബാക്കിയുണ്ടല്ലോ. ഇനി ഒരെണ്ണത്തിനും കൂടി എന്തെങ്കിലും പറ്റിയ പിന്നെ ഇവിടുന്ന് വാലും ചുരുട്ടി പിടിച്ച് ഓടിക്കോളും. ഇന്ദ്രജയെ, ഞാൻ പറയുന്നത് കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ കാര്യമായിട്ട് എടുത്താ നിങ്ങൾ രണ്ടുപേർക്കും നല്ലതാ. എന്താ? ഇതിനു മുമ്പ് പലപ്പോഴും നന്ദിനി അളിയനെയും പറ്റിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.